ഒരു എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ട്. അതിപ്പം ബയസ്ഡ് ആണോ ഇല്ലയോ എന്നല്ല, ആ എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അല്ലല്ല, അങ്ങനല്ല. അതല്ല. അതായത് നമ്മുടെ പൊതുരാഷ്ട്രീയത്തിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഓരോ കാര്യങ്ങളുണ്ടാവും. അവർക്ക് അവരവരുടേതായ ആശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും, തീരുമാനങ്ങളുണ്ടാവും. ചില പ്രത്യേക കാര്യങ്ങളിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ തീരുമാനങ്ങളെ നിർണ്ണയിക്കുന്ന രീതിയിൽ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനമെടുത്തിട്ട് ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അത് ഞാനിപ്പം അങ്ങനെ ചെയ്ത ചാനലുകളുണ്ട്, ഇല്ലെന്ന് പറയരുതാരും. അപ്പം നമ്മുടെ ഈ സമീപകാല ചില സംഭവങ്ങളിൽ പോലും അവര് തീരുമാനിക്കുകയാണ് ആരാണ്. ഞാൻ പറയാം, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ അവര് തീരുമാനിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന്. അപ്പോ അവര് തീരുമാനിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അവരുടെ ചർച്ച തന്നെ ഡൈവേർട്ട് ചെയ്യാണ്. അപ്പൊ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നെ അതിൻ്റെ അകത്ത് തീരുമാനമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നവമാധ്യമങ്ങളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു അവർക്ക് എന്തുമാകാമെന്നുള്ള നിലയ്ക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഈ മാധ്യമങ്ങളുടെ ചർച്ച കൊണ്ട് സാധിച്ചില്ല എന്ന് പറയുന്നത് ഈ ഫ്ലോറിൽ പറയുന്നത് ശരിയല്ല. അങ്ങനൊന്നും വസീഫ് അത് വസീഫ് എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളെ മുഖ്യമന്ത്രി തീരുമാനിച്ച് മാറിപ്പോയി. ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തെറ്റിദ്ധാരണ വന്നത്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും ഞാൻ അത് തന്നെ പറയാണ്. ഒരു ചാനലും അങ്ങനെ ഏതെങ്കിലും ചാനലുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്റെ അനുമതി പറയാം. എന്റെ 24-ന്റെ എഡിറ്റോറിയൽ ഉൾപ്പെടെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു തീരുമാനം എടുക്കാറില്ല. അവതാരകന്റെ സ്വാതന്ത്ര്യം. കാര്യം അവതാരകനോട് ഈ ചർച്ചയുടെ വിഷയമല്ലാതെ വേറൊന്നും നമ്മുടെ എഡിറ്റോറിയൽ ചർച്ച നവമാധ്യമങ്ങൾ ചെയ്യുന്ന പോലെ മാധ്യമങ്ങളും കൂടെ ചെയ്തു തുടങ്ങിയാൽ അത് ഒരു ചെയ്യരുത്. ജനാധിപത്യ വേറെ കാര്യം